എയ്ഡ്സ് രോഗിയാക്കി വിടൂലേ ഞങ്ങള്? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു രോഗിനെ കിട്ടി, ടെസ്റ്റ് ചെയ്തു, ബയോപ്സിക്ക് അയച്ചു നോക്കുമ്പോ എന്താ, ആക്കി ക്യാൻസറാ. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുടലിലെ ക്യാൻസറാണ്. മാധവൻ ഡോക്ടറിനെ ക്യാൻസർ രോഗിയാക്കി, ഇയാളെ വിടരുത് എന്ന്. ഇതാണ് ഇവിടെ അവസ്ഥ. ശിർക്കുന്നതാണെന്ന് ഖുർആനും ഹദീസും ഉദ്ധരിച്ചു പറയുമ്പോ ഈ കൂട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് തോന്നുന്നു, എന്നാ പിന്നെ ഞാൻ നമ്പർ 1 916 മുശ്രിക്കാണല്ലോ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ്. ആ തോന്നാതിരിക്കുക ഒറ്റ വഴിയേ ഉള്ളൂ, ശിർക്കിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒറ്റ വഴി. തൗഹീദ് സ്വീകരിക്കുക, പടച്ചോനോട് നന്ദിയുള്ള അടിമകളാവുക, പടച്ചോനെ ധിക്കരിക്കാതിരിക്കുക, അള്ളാഹിനെ പരിഹസിക്കാതിരിക്കുക, അള്ളാഹുവിനെ അപമാനിക്കാതിരിക്കുക, പടച്ച തമ്പുരാനെ കുറിച്ച് ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു അത് സ്വീകരിക്കുക. അതാണ് നമ്മുടെ മാനദണ്ഡം സഹോദരങ്ങളെ. അപ്പൊ ഇവിടെ ആരാരെ മുശ്രിക്കാക്കുന്നു? എന്താണ് ഈ വിഷയം? ഇവിടെ ശിർക്കുന്നതാണെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു തെളിവ് പറയാം. ഇത് റിസാലയാണ്. ഈ റിസാലയില് എന്താണ് ശിർക്ക്? മക്കാ മുശ്രിക്കുകൾ സംഭവിച്ച ശിർക്ക് എന്താണ്? ആ സംഗതി നമ്മളിലുണ്ടോ? എന്നാ മക്കാ മുശ്രിക്കുകൾക്ക് തുല്യം നമ്മളെ മനസ്സിലാക്കാൻ വലിയ വിവരം വേണ്ട. റിസാല 2005 ഡിസംബർ 2 ഇസ്തിഗാസ മുസ്ലിം യുക്തിവാദം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ഫൈസൽ അഹ്സനി രണ്ടത്താണിയുടെ ലേഖനമാണ്. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, ഈ ലേഖനം 2005 ഡിസംബർ 2 പേജ് 7, എടങ്ങേറാകുമ്പോൾ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവമല്ല അള്ളാഹു. ആ അള്ളാഹു മക്കാ മുശ്രിക്കുകളുടേതാണ്. കാര്യകാരണ ബന്ധങ്ങൾ മുഴുവൻ മുറിയുകയും ഇനി മറ്റൊരു രക്ഷയുമില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴേ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിളിക്കുകയുള്ളൂ. കണ്ടോ, കാര്യകാരണ ബന്ധം മുറിയ, അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഞങ്ങളോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കാര്യകാരണ ബന്ധം എന്നൊക്കെ നിങ്ങൾ വേർതിരിച്ചത് എങ്ങനെ, നിങ്ങൾക്ക് അതിനെന്താ തെളിവ്? അങ്ങനെ ഒരു ഭാഗം ഉണ്ട് എന്നുള്ള എല്ലാവരും അംഗീകരിക്കും. വാദത്തിൽ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ മുജാഹിദുകളുടെ മുമ്പിൽ കസർത്ത് എടുത്തുക അല്ലാതെ. കേട്ടോളി, കാര്യകാരണ ബന്ധങ്ങൾ മുഴുവൻ മുറിയുക. എന്താണ് കാര്യകാരണ ബന്ധം മുറിയ എന്ന് പറഞ്ഞ? ഇത് റിസാലയിലുള്ള വാചകമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഹക്കിന് വേണ്ടി ചിന്തിക്കുക. കാര്യകാരണ ബന്ധം മുറിയ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യകാരണ ബന്ധം എന്താ? ഓരോ വിഷയത്തിൽ മനസ്സിൽ ഒരു ഉദാഹരണം പറയാം. കുറ്റ്യാടിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പട്ടാമ്പിയുടെയോ അതല്ലെങ്കിൽ കുറ്റിപ്പുറം നിളാനദിയുടെ പാലത്തിലൂടെ ഒരാൾ പോകുമ്പോ കാല് തെറ്റി പാലത്തുനിന്ന് താഴോട്ട് വീണു. കൂലം കുത്തിയൊഴുകുന്ന വെള്ളൊഴുക്കുള്ള അടിയൊഴുക്കുള്ള ഒരു ഘട്ടത്തിൽ, ശക്തമായ മഴപ്രവാഹമുള്ള ഒരു ഘട്ടത്തിൽ, അടിയൊഴുക്ക് അനുഭവപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരാള് വെള്ളത്തിൽ വീണു വിചാരിക്കുക. ആ ആള് തൊട്ടടുത്തൊക്കെ നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. അപ്പൊ ഒരു വഞ്ചിയുമായി, ഒരു തോണിയുമായി ഒരാളവിടെ നിൽക്കുന്നത് എനിക്ക് പരിചയമുള്ള ആള്, ഏയ് മാധവട്ടാ എന്റെ കൈയൊന്ന് പിടിച്ചൂടെ എന്ന് പറഞ്ഞാൽ, സഹോദര, ആ വിളി ആരാധനയുടെ വിളിയല്ല. ആർക്കും മനസ്സിലാവും ആ വിളി കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള. കാരണം മാധവൻ അവിടെ കാണുന്നുണ്ട്. മാധവൻ ഈ കടവ് കടക്കുന്ന ആളാണ്, ആളുകളെ കടവ് കടത്തുന്ന ആളാണ്, തോണിക്കാരനാണ്. ആ വിളി മാധവൻ കേൾക്കുന്നു കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ. ആ വിളി കേൾക്കാവുന്നിടത്തോളം അകലത്തിലാണ് അയാളുള്ളത്. അയാൾ അത് കേൾക്കുന്നു. അയാൾ വന്ന് അയാള് രക്ഷപ്പെടുത്തുന്നു. ഈ പ്രശ്നം, ഈ വിളിയിൽ ശിർക്കുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശത്രുക്കൾ കുഴിച്ചു വെച്ച ഒരു കുഴിയിലേക്ക് വീണുപോയി. എന്റെ കൈപിടിക്കാൻ ആവശ്യപ്പെട്ട റസൂലേ, ആ വിളിയോ പ്രാർത്ഥനയാണോ? അല്ല. ആ വിളി പ്രാർത്ഥനയാണോ? ഇനി യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറിൽ വീണിടുന്ന സംഭവം, അവിടെ ആളുകൾ പൊക്കിയെടുത്തു അദ്ദേഹത്തെ. അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? ആ പ്രാർത്ഥന അള്ളാഹുവിനോടാകണം. ഒത്തിരി നമ്മൾ പറയുന്നത്, ഒരാൾ നടന്നു പോകുമ്പോ ഇരുട്ടിൽ ഒരു വലിയ കിണറിൽ വീണു, ആരുമില്ല പരിസരത്ത്, കേൾക്കാനുമില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അയാൾ ആരെ വിളിക്കും? ഇത് പ്രശ്നമാണ്. ആ സമയത്ത് നിസ്സഹായനായി, ഹൃദയ ശുദ്ധിയോടെ, മുഖ്ലിസായി അദ്ദേഹം വിളിക്കുന്നു, മൊയ്തീൻ ശൈഖ് എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ, പൊന്നാര മുസൽമാനെ, SKSSFകാരാ, SSFകാരാ, SYSകാരാ, അത് ശിർക്കായി സഹോദര. ആർക്കാണത് മനസ്സിലാവാത്തത്? കാര്യകാരണ ബന്ധങ്ങൾ. ഇനി നോക്കൂ നിങ്ങൾ, ഇതേ സമയം തന്നെ ഒരാളില്ലാത്തൊരവസ്ഥയിൽ വെള്ളത്തിൽ വീണു. പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല, ശബ്ദം കേൾക്കുന്ന ദിക്കിലൊന്നും ആരുമില്ല. വെള്ളത്തിൽ ഇതാ മുങ്ങി മരിക്കാൻ പോകുന്നു. ഈ ഒരു ഘട്ടം വന്നാൽ കാര്യകാരണ ബന്ധം അവിടെ മുറിയുകയാണ്. പിന്നെ അയാൾ വിളിക്കുന്നത് ആരോട്? ഇതാണ് വിഷയം. അതാരോട്? മക്കാ മുശ്രിക്കുകൾ ആരോട്? റിസാല പറയുന്നത് അള്ളാഹിനോട് മാത്രം. അടുത്ത വാചകം എന്തറിയോ? അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കൂ. കണ്ടോ, അള്ളാഹുവിനെ മാത്രമേ വിളിക്കൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താത്. അപ്പോൾ അവർ അള്ളാഹിനെ മാത്രമേ വിളിക്കൂ. അള്ളാഹിനെ മാത്രം വിളിക്കുന്ന ഒരു കുറ്റക്കാരായിട്ടല്ലേ എന്ന് കാണുന്നത്?
അല്ലേ അല്ലേ? പടച്ചോനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാരാ? ഇബ്ലീസിന്റെ പ്രമേയം സ്വീകരിച്ചവർ അല്ലേ? അല്ലേ? വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ അതല്ലേ ഉള്ളത്? നിങ്ങൾ ചിന്തിക്കുക എന്താണ് പറയുന്നത് എന്നൊരു വേള ആലോചിച്ചുകൂടെ? ആലോചിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. മുജാഹിദുകളുടെ വയലൊക്കെ നടന്നിട്ട് തല്ലാൻ നമുക്ക് വയലില്ലാത്തൊരു സമയം മുജാഹിദുകൾ ഇങ്ങനെ വന്ന് നിന്ന് തരാം. കൂക്ക് വിളിക്കാനും ക്യാമറ പിടിക്കാനും ഒക്കെ വയല് നടക്കുമ്പോൾ അതിങ്ങനെ ഭംഗിയായി നടക്കട്ടെ, രണ്ടു കൂട്ടരുതും അപ്പുറവും ഇപ്പുറവും. ജനങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും നന്നായി രക്ഷപ്പെട്ടോട്ടെ. എന്തിനാ അവരെ തടഞ്ഞ് നിങ്ങൾക്ക് കമ്പനി ഉണ്ടാക്കുന്ന അവിടെ? നിങ്ങൾക്ക് അവിടെ കമ്പനി വേണല്ലോ, ആ കമ്പനി ഉണ്ടാക്കുന്ന എന്തിനാ? അവരങ്ങ് വെറുതെ വിട്ടുകൊടുത്തി. പാവങ്ങൾ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, സ്വർഗത്തിന്റെ വഴി തിരഞ്ഞെടുത്തോട്ടെ. ആ വഴി ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ആ വഴി ഇന്നതാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്കല്ലേ ആളുകൾ ഒഴുകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലത്തിനിടയിൽ സുന്നി പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദുകൾ വന്നതിന്റെ ഒരു എണ്ണം പറയുന്നത്. ഒരു മേഖലയുടെ പ്രസിഡന്റ്, ഒരു മേഖലയുടെ സെക്രട്ടറി, ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ്, ഒരു ജില്ലാ നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങളൊന്ന് അണിനിരത്തി. നേരെ മറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള യൂണിറ്റുകളിൽ ഇന്നലെ വരെ നിങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായ 100 കണക്കിന് ആളുകളെ ഞങ്ങൾ അണിനിരത്തും. അത് എന്തുകൊണ്ടുണ്ടായതാ? ഞങ്ങളെ നേരെ എന്തെല്ലാം കുതിര കയറിയിട്ട് നിങ്ങൾക്ക് നടക്കാതെ പോയ കാര്യം എന്നറിയോ? റബ്ബിന്റെ വിജയമാണ്. അള്ളാന്റെ കലാം യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. മനസ്സിലായിക്കോളി നിങ്ങൾ. ഖുർആനിലെ സൂറത്ത് അല്ലേ 61-ാം അധ്യായം 8-9 അതുപോലെ തന്നെ സൂറത്ത് തൗബ 9-ാം അധ്യായത്തിലെ 31-32 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണിത്. ഇത് വസ്തുതാപരമായി പഠിച്ചാൽ മുജാഹിദ്, ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഇനി നിങ്ങൾ നോക്കേ, കാര്യകാരണ ബന്ധങ്ങൾ മുറിയുമ്പോ അള്ളാഹുവിനെ അവർ വിളിക്കും. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കൂ. എന്നിട്ട് അള്ളാഹു പറയാണ് അതിനെ കുറിച്ച്. പടച്ചോൻ പറയാണ്, കേട്ടോളൂ. അവർ കപ്പലിൽ കയറിയാൽ നോക്കൂ, ഫൈദാ റകിബു ഫിൽ ഫുൽഖി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. ഖുർആനിലെ 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്ത് 65-ാമത്തെ വാചകമാണ്. ഇവിടെ ഉദ്ധരിച്ച ആയത്ത് 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ 32-ാമത്തെ വചനമാണ്. വൈദാ ഹശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ എന്ന് പറയുന്ന വചനം എന്താ? അതിനർത്ഥം കപ്പലിൽ അവർ യാത്ര ചെയ്യുകയാണ് കടലിലൂടെ. കാറ്റും കോളും വന്ന് മുങ്ങിപ്പോകുമെന്നൊരു ഘട്ടം വന്നാൽ ഇനി അല്ലാഹു അല്ലാതെ ആ അല്ലാഹു ആരല്ലാഹു? മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അല്ലാഹു. ആ അല്ലാഹു അല്ലാതെ ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്താനില്ല എന്ന നിലക്ക് അല്ലാഹുവിനോട് മാത്രം. അതാണ് ഇവിടെ പറയുന്നത്. കേട്ടോളൂ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഫൈസൽ അഹ്സനി എഴുതട്ടെ. അദ്ദേഹം പറയുന്നു, അവർ കപ്പലിൽ കയറിയാൽ ആത്മാർത്ഥമായി, ആ കാപട്യത്തോടെയല്ല, അത് നാവുകൊണ്ട് വെറുതെ പറഞ്ഞെന്നല്ല, ആത്മാർത്ഥമായി വിധേയത്വത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവന് പങ്കുകാരം ഉണ്ടാക്കും. എന്താണ് അവിടെ പങ്കുകാരം ഉണ്ടാക്കൽ? പൊന്നു മുസൽമാനെ, നീ ഞങ്ങളെ പറ്റി എന്തും പറഞ്ഞോ, നീ ഇതൊന്നും ആലോചിക്കുക. എന്താ പങ്കു ചേർക്കൽ? എന്താ? കടലിൽ നീ ചെയ്ത പണി അള്ളാഹിനോട് മാത്രം ദ്വൈരിക്കുക, കരയിലോ അല്ലാത്തവരോട് ദ്വൈരിക്കുക. അതിന്റെ പേരാണ് ശിർക്ക്. ഇത് കൃത്യമായി എഴുതി. എന്നിട്ട് ഇവിടെ പറയാ, എന്നാൽ വിശ്വാസികളുടെ സ്വഭാവം അങ്ങനെയല്ല. വിശ്വാസികളുടെ സ്വഭാവം എങ്ങനെയല്ല? കടലിൽ മാത്രം അള്ളാഹിനോട് ദ്വൈരിക്കുക, കരയിൽ അല്ലാത്തവരോട് ദ്വൈരിക്കുക എന്നുള്ളതല്ല വിശ്വാസിന്റെ ലക്ഷണം. കേട്ടോ, ഈ പറഞ്ഞ ലേഖനം അത്രയും മുജാഹിദുകളുടെ ക്വാളിറ്റിയാ കേരളത്തിലെ. നിങ്ങൾ അറിയാതെ എഴുതിപ്പോയതാ. ഇനി ഇതിന്റെ പേരിൽ മൂപ്പർക്ക് തല്ലിട്ടിട്ടുണ്ടോന്ന് അതും അറിയില്ല. കേട്ടോ നിങ്ങളെ. എന്നാൽ വിശ്വാസികളുടെ സ്വഭാവം അങ്ങനെയല്ല. അവർ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും സന്തോഷവും സംഭവം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കേരളത്തിലെ സുന്നി സമൂഹം ഈ പറഞ്ഞതാണോ? മുജാഹിദുകൾ അതാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ആകുലതകളും വ്യാകുലതകളിലും ഏതേത് രംഗത്തും അള്ളാഹിനോട് മാത്രം ദ്വൈരിക്കുക. അതാണ് വിശ്വാസികളുടെ ഗുണം. നിങ്ങൾ പരിശോധിച്ചാൽ മതി ഈ ലേഖനത്തിൽ പറഞ്ഞ ഈ ഗുണം. അതായത് ഈ ഗുണവും ഈ ദോഷവും അള്ളാഹു അംഗീകരിക്കുന്നത് എന്താ? ഏകനായ റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥന തൗഹീദായും അത് മക്കക്കാരിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അള്ളാഹ് ബേജാറ് പറയുന്നു. എന്ത് ബേജാറ്? ഈ കൗമ് കരയിലെത്തിയാൽ എന്നിൽ അവർ പങ്കുചേർക്കുന്നു, അത് അവർക്കൊരുള്ള പിഴവാണ്. ഞാനല്ലാത്തവരോട് ഒരു പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഓരോ വിഷയങ്ങളിലും. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം